ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ആണ്. മാജിക് ഫ്രണ്ട് സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സൗത്ത് ഫ്രെയിംസ് എന്റർടൈൻമെന്റിലേക്ക്. സൗത്തിന്റെ ഓരോ ഫ്രെയിംസുകളാണ് ഇതെല്ലാം. സൗത്തിലെ ഫ്രെയിംസ് ഇതൊരു സേവനമാടാ, സേവനം. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ആണ്. സോ വെൽക്കം ടു മാജിക് ഫ്രണ്ട് സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സൗത്ത് ഫ്രെയിംസ് എന്റർടൈൻമെന്റിലേക്ക്. സൗത്തിന്റെ ഓരോ ഫ്രെയിംസുകളാണ് ഇതെല്ലാം. സൗത്തിലെ ഫ്രെയിംസ് ഇതിലൊന്നും കാശ് ഉണ്ടാക്കാനുള്ള യൂട്യൂബ് ചാനലുണ്ടോ? ഇതൊരു സേവനമാടാ, സേവനം. ഇതിന്റെ പൈസ ഒക്കെ ഫ്രീയാ, ചാരിറ്റിയാ. അതെ, നമുക്ക് തരൂ. പറയും. അപ്പൊ കൂടുതൽ കണ്ടന്റ് കൊടുക്കട്ട. പുള്ളി ഒറ്റയ്ക്ക് എന്തോരിക്കും. വൺ മാൻ ഷോ. കുടുംബം നോക്കണോ? ഇത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നില്ലേ? നമ്മൾ കേൾവിക്കാം. നമ്മുടെ ഫാമിലി ഫുള്ള് വേണം. പ്രിൻസിന്റെ ഫാമിലി ഫുള്ള് എവിടെ വേണം. അതാണ് നമ്മുടെ മൊലാളി പ്രത്യേകം പറഞ്ഞത്, അല്ലേ മൊലാളി? അതെ. മൊലാളി ഇരിക്കുന്നത് എല്ലാരെയും കാണാൻ നിങ്ങളോട് പോയിട്ട് 2-ാം തീയതി വരാം. ഏത് 2-ാം തീയതി? അതാണ് ഇത് അവസാനം കൊണ്ട് വെച്ചത്. അതല്ല മുലയാളി അതിനിടയിലേ ബാക്കിയുള്ള ഇന്റർവ്യൂവിന് മുലയാളി ഒരു ഷർട്ടൊക്കെ മാറ്റിട്ട് വന്നു. പച്ച പിടിക്കേണ്ടത്. അതെ. അപ്പം പ്രിൻസ് ഏട്ടാ എന്താ പറയാനുള്ളത്? ഇപ്പൊ സക്സസിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. എന്താണ് ഇതിലേക്ക് പറ്റുന്ന പറയാനുള്ളത്? നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ സമയമല്ലേ. കാരണം നമുക്ക് ദൈവം തന്നൊരു വലിയൊരു അനുഗ്രഹം. കാരണം ഈ സിനിമയെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ ഇറങ്ങി 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ന് വന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാജിക് ഫ്രെയിംസിൽ നിന്ന് വന്ന പരസ്യത്തേക്കാൾ കൂടുതൽ പരസ്യമാണ് നമുക്ക് കിട്ടിയത് പ്രേക്ഷകരിൽ നിന്ന്. അതിന് എതിർപ്പുണ്ടോ? എനിക്ക് എല്ലാത്തിനോട് എതിർപ്പ്. കാരണം നമ്മളിത് ആലോചിക്കുമ്പോ ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ഈ ചാനലിൽ ഉണ്ടാവുന്ന വരുമാനം ആലോചിക്കുമ്പോ മിണ്ടാതിരിക്കാനും പറ്റുള്ളൂ. അവൻ ആ പ്രശ്നം ഉള്ളതുകൊണ്ടിട്ടല്ലേ ഒരു സിനിമയെ ഓടിപ്പിക്കാത്തത്. ഇത് ഓടിയാൽ അവർക്ക് കിട്ടുന്ന വരുമാനം ആ ഒരു പ്രശ്നേ. അല്ലല്ല, എനിക്ക് ദിലീപിനോട് അഭ്യർത്ഥനയുണ്ട്. എല്ലായ്പ്പോഴും ഞാൻ അനുകൂലമാകുന്നോർത്ത് സപ്പോർട്ട് ചോദിക്കരുത്. ഞാനേ എപ്പോ വേണേ മാറും. ഞാനിവിടെ മിണ്ടാതിരിക്കുന്നത്. അപ്പോ അത് വലിയൊരു സന്തോഷമാണ് ഈ ഒരു വിജയം. ആ വിജയം ആഘോഷിക്കുന്നതിന് നമുക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ മുമ്പിൽ വന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ മാജിക് ഫ്രെയിംസിന്റെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മാജിക് ഫ്രെയിംസിന്റെ നിലപാടെന്ന് വെച്ചാൽ സിനിമയുണ്ട്, അതിന് കുറേ ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. മെയ് 9 ഇത് ഇറങ്ങുന്നു എന്ന് ധരിപ്പിച്ചു. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ 2-3 ചാനലിൽ പോയിട്ട് എനിക്ക് തോന്നുന്നത് ഏഷ്യനെറ്റ്, മനോരമ, ഈ 3 ചാനലിലൂടെ അവിടുത്തെ ഏറ്റവും വലിയ ഷോസിലൂടെ പോയിട്ട് മെയ് 9 സിനിമ വന്നെന്ന് പറഞ്ഞ് ഇത്രയും സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ പരസ്യം. സിനിമ ഇറങ്ങിയ നിമിഷം മുതൽ പ്രേക്ഷകരാണ് ഇതിന്റെ പരസ്യം ഉണ്ടായി, അവരുടെ പബ്ലിസിറ്റി. ഇനിയെങ്കിലും ഇയാളെ കൊണ്ട് ചെലവാക്കിപ്പിച്ചിട്ടെങ്കിൽ അത് എനിക്ക് ചോദിക്കണമെന്നുള്ളൊരു ചോദ്യമായിരുന്നു. എന്തുകൊണ്ട് പ്രൊമോഷൻ പ്രീ റിലീസ് സാധാരണ അല്ല, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ കണ്ടന്റ് ശരിക്കും എന്താ, സോഷ്യൽ മീഡിയ. അതെ, സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം ആദ്യമേ നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമയുടെ നല്ല വശങ്ങളെ ആരും കാണാതെ ഇത് വളരെ നെഗറ്റീവായിട്ട് ഇതിനെ ആദ്യം തന്നെ അടിക്കാൻ നോക്കും. മനസ്സിലായില്ലേ? ഇപ്പം എന്ന് വെച്ചാൽ സിനിമ കണ്ട ആൾക്കാരാണ് നിങ്ങളല്ല. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് സിനിമ കണ്ടതിന് ശേഷമുള്ളൊരു ഇന്റർവ്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് മറകളില്ല, തുറന്ന് സംസാരിക്കാം. നമ്മൾ ഇതിനകത്ത് എന്ത് സംസാരിച്ചാലും ഞങ്ങൾ ബൊക്കിയടിച്ചു, നുണ പറഞ്ഞു, തള്ളി, അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും പറയില്ല. അതെന്ത്? അത് ഞാൻ കണ്ടിട്ടില്ല, കൂടുതൽ പറയാം. ഈ സിനിമ സമയം കിട്ടി. അല്ല, ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്ന പോലെ പ്രൊഡ്യൂസർ ബ്രില്യൻസ് ആയിരുന്നു അങ്ങനെ ഒരു പ്രീക്ക് മുമ്പ് വേണ്ട, എല്ലാത്തിനോടും വേണ്ടെന്നാണ്. അല്ല, അങ്ങനെയല്ല. അതായത് നമ്മള് അതെ 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 അല്ലല്ല, നമ്മള് ഓരോ സിനിമയും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലതരം മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ പല സിനിമകൾക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മൗത്ത്
പബ്ലിസിറ്റിയാണ് ഞങ്ങളിതിന് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ്. അതിൽ നിന്നാണ് ഞങ്ങൾ ഇതിൻ്റെ ചാനൽ പ്രൊമോഷൻസ് ആയിക്കോട്ടെ മറ്റ് പ്രൊമോഷൻസ് എല്ലാം തുടങ്ങിയത്. കാരണം ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ ഒരു വലിയ വിജയമാവുകയുള്ളൂ എന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ടൈറ്റിൽ വെക്കുന്നത് തന്നെ ജനപ്രിയ നായകൻ എന്നുള്ള ഒരു സിനിമയാണ്. ഞാനൊക്കെ കാണുമ്പോൾ മുതൽ അങ്ങനെ ഒരു ടൈറ്റിലും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ആ ഒരു വിശ്വാസമുണ്ട് സിനിമയോടുള്ള. അല്ലെങ്കിൽ ദിലീപേട്ടൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഭായി വേറെ ഇതൊന്നും ചെയ്യാത്തത്, ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടിട്ട് പബ്ലിസിറ്റി ഈവൻ ചെയ്യാത്തതല്ല. നമ്മൾ ചെറിയ ചെറിയ പേപ്പർ ആഡുകൾ മാത്രമേ ഉള്ളായിരുന്നു കൊടുത്തിട്ടുള്ളൂ. ഒരു വലിയ അതായത് നമ്മൾ നോർമൽ ചെയ്യുന്നുള്ള ഒരു പരസ്യം ഈ സിനിമയ്ക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ സിനിമ സംസാരിക്കട്ടെ, ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർ ആദ്യം മൗത്ത് ടോക്ക് ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇന്ന് ജനങ്ങളാണ് മറുപടി കൊടുക്കുന്നത്, ജനങ്ങളാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ മുതലാണ് ഇപ്പോൾ ധ്യാനോടാണെങ്കിൽ പോലും ദിലീപേട്ടൻ്റെ ആയിക്കോട്ടെ ജോൺ ചേട്ടൻ ആയിക്കോട്ടെ ഞങ്ങൾ അതിന് മുമ്പുള്ള ഒരു പബ്ലിസിറ്റികളും ചെയ്തിട്ടില്ല. ഇത് ഹിറ്റായി, ഇനി ഇതൊരു വലിയ ഹിറ്റാക്കി മാറ്റണം, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മാക്സിമം അവരുടെ അടുത്തേക്ക് ഇത് റീച്ച് ആക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമാണ്. സിനിമ ഫസ്റ്റിലെ ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മജോറിറ്റി പറഞ്ഞാൽ മതി, അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂസ് എല്ലാം. ഈ സിനിമ കണ്ടാൽ ഇഷ്ടമാവും. കാരണം ഇതൊരു നന്മയുള്ള ഒരു സിനിമ. ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയല്ല, അത് ഈ കഥയുടെ നന്മയാണ്. അത് ഷാരിസും ഷാരിസാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഷാരിസ് ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്, ഷാരിസിലെ ജോലി. അതുപോലെ തന്നെ വൃത്തിയായിട്ട് വിൻഡോ അത് എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് വിൻഡോ സ്റ്റീഫൻ. അവനൊരു OCDയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടിട്ടാന്ന് തോന്നുന്നു വൃത്തിയായിട്ട് എടുത്തത്. ഞാനൊരു ഡയറക്ടറായിട്ട് തന്നെ വന്ന ഒരാളാണ്. ഈ തുടക്കം മുതൽ ഈ സിനിമയ്ക്ക് അവരുടേതായ ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനെ ലിസ്റ്റിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ശരി, നിങ്ങളുടെ വിശ്വാസം അത് ഞാൻ നോക്കി കണ്ടിട്ടുള്ളവരാണ്. ദിലീപും കുറച്ച് നിങ്ങളുടെ വിശ്വാസം. അവരാണ് ഒരു പരിധി വരെ ഈ പരസ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദ്യത്തെ ടീച്ചർ വിഴുപ്പോൾ ഇതിങ്ങനെ മതി. ഷാരിസിൻ്റെ അവരുടെ തീരുമാനമാണ് പിന്നോടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല സമയത്ത് ആത്മാർത്ഥത്തോടെ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ സക്സസ് ആകുമെന്ന് പറഞ്ഞു. ചിന്തകൾ സക്സസ് ആകും, അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ആ ആത്മാർത്ഥതയാണ് അവർക്ക് ഈ സക്സസ് കൊടുത്തത്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയുടെ വിജയത്തിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും വിൻഡോ, ഷാരിസ്, ലെസ്റ്റിൻ ഇവർക്ക് 3 പേർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അത്യാവശ്യം ആളുകൾ കാണണം, ആളുകൾക്ക് ഇഷ്ടപ്പെടണം, ഇന്ന ആളുടെ ഒരു പടം ഉണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾ കാണും എന്നുള്ള ഒരു വിശ്വാസം എന്നുമുള്ള ദിലീപ് ഇതിനകത്ത് നായകനായി എല്ലാം കൂടെ ഒത്തു വന്നു. ധ്യാനം അതിനകത്തുണ്ടായിരുന്നു, ശ്രദ്ധിക്കേണ്ട ഒരുപാട് പേരുണ്ട്. പിന്നെ എക്സ്പ്രഷൻ എൻ്റെ കാര്യം പറയണ്ടല്ലോ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു ഒരുപാട് അമിത വിനയമായി കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഓറഞ്ച് അകത്ത് കിടക്കുന്നത് അത് കാണുമ്പോൾ അത് കണ്ടിട്ടായിരിക്കണം. അപ്പോൾ അതൊരു സന്തോഷമുണ്ട്. പ്രൊഡ്യൂസർ നോക്കി എന്ത് ഹാപ്പിയാ. കൂടുതൽ സന്തോഷം കുഴപ്പം പിടിച്ചൊരു പടമാണ്, ഞാൻ ഇത്ര എടുത്തിരിക്കില്ല. അതെ, ആ സക്സസ് ആണ് നിങ്ങളുടെ കണ്ണുകളിൽ നമുക്ക് കാണുന്നുണ്ട് ആ ഒരു സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാൻ ചേട്ടാ പ്രിൻസ് എന്നൊരു ചേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ? അല്ല, അത് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞതേ, ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇവന് മാത്രമേ മനസ്സിലായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിരന്തരമായി എടുക്കുന്ന ഒരു എഫേർട്ടിനെ കുറിച്ചും ഇവർ ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സിദ്ദിഖിയും ദിലീപ് ഇടയിൽ വന്ന കയറിയ ആളാണ് ഞാൻ. ഇവർക്കിടയിൽ അത് വർഷങ്ങളായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മാറിയുന്ന ഒരു ചർച്ചയുണ്ട്. ദിലീപേട്ടനും സിദ്ദിഖിയും ഒരു സീന് കിട്ടുമ്പോൾ ഇംപ്രവൈസ് ചെയ്യാനോ അവിടെ അതിനിടയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ദിലീപേട്ടൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഞങ്ങളുടെ സീനുകളിലൊക്കെ ഞങ്ങളൊക്കെ ഉള്ള ഒരു സാധനത്തിനകത്ത് ദിലീപ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ സീൻ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് ഇവിടെ പറയുന്നൊക്കെ ദിലീപേട്ടൻ ഇങ്ങനെ നിരന്തരമായിട്ട് ആലോചിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വന്ന് പോകുന്ന ആളാണല്ലോ. കാരണം ഞാൻ കുറച്ച് ദിവസം ഞാൻ കാനഡയ്ക്ക് എന്നെ പറഞ്ഞു വിട്ടുന്നത് എനിക്കറിയാം. അപ്പൊ എന്നോട് ഇത് ചോദിക്കണോ, അല്ലെങ്കിൽ എന്റെ കാരണം ഇത്ര ആത്മാർത്ഥത ഇല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ സംശയിച്ച് സമയത്ത് ഞാൻ കാണുന്ന വെച്ചാൽ ദിലീപായിട്ടും സിദ്ദിഖ് കൂടെ ഇരുന്നിട്ട് കോമഡി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്. അപ്പൊ ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇവരുടെ ഒരു പാഷൻ, ഇവരുടെ ഒരു ഡെഡിക്കേഷൻ, അല്ലെങ്കിൽ ആ സീന് കിട്ടുമ്പോൾ അത് ഒലിപ്പിച്ച് അതിനെ വർക്കൗട്ട് ചെയ്ത് എടുക്കാനുള്ള ഇവരുടെ ഒരു പാഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ ഇല്ലേ, അത് ഞാൻ എന്റെ ഉള്ളിലെ ഒരു നശിച്ചൊരു വൃത്തികെട്ട മനുഷ്യനുണ്ട്. ശ്രീനിവാസന്റെ പറഞ്ഞു വന്നപ്പോ എന്തായിപ്പോയി വെച്ച് കഴിഞ്ഞാ പഴയ കോമഡി വർക്കാവില്ലെന്നായിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചത് അത് പറയാനല്ല. നമുക്ക് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി നീ അത് ഉദ്ദേശിച്ചത്. അതല്ല,
നമ്മള് ഇത്രയും വർഷമായിട്ട് ആ ഈ ഇത് കാരണം നീ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു നിങ്ങൾ ഇത്ര ആത്മാർത്ഥത എല്ലാ കാരണം എന്താ വെച്ചാല് നമ്മൾ അങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് കോമഡി മാത്രമല്ല, സീരിയസ് ആണെങ്കിലും ഡയലോഗ്സ് പറഞ്ഞു നോക്കി അതിൽ എന്തെങ്കിലും കല്ലടിക്കുന്നുണ്ടോ ഡയലോഗ്, അപ്പൊ ഡയലോഗ് പറഞ്ഞാൽ കുഴപ്പമാവോ എന്നൊക്കെയുള്ള സംസാരം. അത് കഴിഞ്ഞിട്ട് വിൻഡോനോട് വിളിച്ചു ചോദിക്കും ചാരീസിനോട് പോലെ അത് ചെറിയ കുഴപ്പം തോന്നുന്നുണ്ടോ ഡയലോഗ്. കാരണം ഒരു ആർട്ടിസ്റ്റിന്റെ വായിലേക്ക് വരുമ്പോൾ ആ ഡയലോഗ് പറഞ്ഞു നോക്കുമ്പോൾ ഒരു കല്ലായിട്ട് തോന്നുന്നുണ്ടോ, കേട്ടിട്ടുള്ളത് കുഴപ്പമാവോ എന്നുള്ള ചർച്ചകൾ മാത്രമാണ്. അവിടെ ആ തമാശയുടെ ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാണെങ്കിലും ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ലേ? പിന്നെ പക്ഷെ ഞാൻ മനസ്സിലായി കാണില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞു വന്നപ്പോ അത് പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിപ്പോയി. ആയിപ്പോയത് ആക്കിയത് വന്നു. കാരണം ഞാൻ അന്ന് എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ ജോൺ ചേട്ടനോട് ഞങ്ങൾ എത്രയോ 5 സിനിമ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. അത് ഞാൻ കാര്യം മനസ്സിലാക്കണ്ടേ. അല്ല ഇത് ഞാനോട് പറഞ്ഞോ, ദിലീപുമായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമയിലും ദിലീപ് അത് എത്രത്തോളം പുഷ്പിക്കാൻ പറ്റുമോ അതുപോലെ ശ്രമിക്കും. ആ ഒരുപാട് ചില അതിന്റെ ഗുണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ദോഷങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ദോഷങ്ങളെ പറ്റി പറയാം. ദോഷങ്ങൾ പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ സാധനം അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ അവിടെ പോയി കിട്ടും. മനസ്സിലായി, കോമഡി ഒന്നും ഇമ്പ്രൂവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതുണ്ടാവട്ടെ നമ്മള് മൂസയുടെ സമയത്ത് വെച്ചിട്ടുണ്ട് സാധനം കിട്ടണം. അതെന്തോ സ്റ്റേഡിയത്തിന്റെ ഞാൻ ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞ പലപ്പോഴും. അപ്പൊ അത് ഒരു ഇതുണ്ട്. പക്ഷെ ഒരുപാട് തമാശകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇതിന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ധ്യാനെ, ഞാൻ ചിലപ്പോൾ ധ്യാനോട് ഒരു ആദ്യം അവർ ചെയ്ത പടത്തിലെ അല്ലെ ഇത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒക്കെ മതി. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി ധ്യാനെല്ലാം ഓക്കെയാ. അപ്പൊ ഞാൻ അല്ല അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇനി ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞാൽ ഹീറോ ഇവിടെ ഉള്ളപ്പോ എന്തിനാ സ്വഭാവ നടൻ എന്നൊരു ട്രോൾ വരുന്നാലോ ഞാൻ പറ്റില്ല. മറ്റേതല്ല ഹീറോ ഇപ്പൊ പറഞ്ഞേ, മറ്റേത് ഹീറോ വന്ന് ചോദിക്കുക എടാ ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞ അപ്പം ഹീറോ ചോദിച്ചേക്കും നമ്മൾ ഇടപെടണം. ഇത് ഹീറോയോട് നമ്മൾ ഗതി കെട്ടുമ്പോ പോയി കാണിക്കുമ്പോ ഒക്കെ മതി ഓക്കെ എനിക്ക് കിട്ടുമെന്നറിയാം. ആത്മാർത്ഥത കാണിക്കുമ്പോ നമുക്ക് ഇങ്ങനെ കാണിക്കാൻ മൊത്തത്തിലിട്ട് ടോട്ടാലിറ്റി സിനിമയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പൊ നമ്മൾ അതിനെ കാണിക്കുമ്പോ ഇത് കാണിച്ചോണ്ട് കാര്യമുണ്ടോ അതും കൂടെ നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കണം. ഒരു വിഷൻ വേണം. എന്റെ കാര്യം, എന്റെ ജോലി എന്താണ്, എന്റെ ജോലി ചെയ്യാൻ പോവുക, അവരവരവരൊരു കാര്യം നോക്കുക. അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ സിനിമ കാണേണ്ടി വരും. മൊത്തത്തിലൊരു ടീം വർക്കാണ് സിനിമ. അപ്പൊ നമ്മളെപ്പോഴും ടോട്ടാലിറ്റിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഒരു സിനിമയുടെ കഥ മൊത്തം കേട്ട് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഇവരൊന്നും കുറ്റം പറയാനുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പല സിനിമകളും ചില സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കും, ചിലയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിലാണ് അഭിനയിക്കുന്നത്. അല്ലാണ്ട് ഇന്ന സിനിമ എനിക്ക് ഇത്ര വേഷമുള്ളൂ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല സിനിമ ഇതാണ്. പക്ഷെ ഞാൻ പഠിച്ച ധ്യാനിനെ വെച്ചിട്ട് ധ്യാനിന്റെ നല്ല സിനിമകൾ വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഉറപ്പാണ് ധ്യാൻ മാറ്റി വെച്ചിരിക്കുക. അത് ഇല്ലെന്നും ധ്യാൻ പറയും. അത് വേറെ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല കൊടുക്കൽ വാങ്ങൽ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള അത് വിശേഷം ഇതാ. ഒരു കാലത്തും ഇങ്ങനെ പോയാൽ നീ ഉണ്ടാവോ. ഞാൻ പറഞ്ഞത് ധ്യാൻ ഒരു സിനിമയെ കുറിച്ച് ടോട്ടൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ധ്യാൻ അതിനകത്ത് ഇടപെടുന്നത്. ധ്യാൻ അത് കൃത്യസമയത്ത് തന്നെ ധ്യാൻ അത് തീർക്കാനും, ധ്യാൻ ഇപ്പം ചില സമയത്ത് രാത്രി 2 ദിവസം എടുത്താൽ തീരുന്ന സീനായിരിക്കും. ധ്യാൻ എന്നിട്ട് പറയും രാത്രി മറ്റേതെടുത്ത് മറിച്ചെടുത്ത് നമുക്ക് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ തീർത്താൽ പോരെ അല്ലേ. അത് തീർത്ത് പോകുന്നതുകൊണ്ട് എന്ത് ലാഭമുള്ളൂ. ലാഭം അടുത്ത പടത്തിന് പോകാന്നുള്ളത് പ്രൊഡ്യൂസർക്ക് ലാഭം, ധ്യാന ലാഭം, മൊത്തത്തിൽ എല്ലാവർക്കും ലാഭം. ഏറ്റവും കൂടുതൽ അറിയോ ജോലിക്ക് പെരഡേ വാങ്ങിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചാനലിൽ കൊടുത്ത് ശത്രുതയായി അല്ല എന്ത് പറഞ്ഞാലും കൊടുക്കുകയും ചെയ്യും. ദിലീപേട്ടൻ പറഞ്ഞു ദിലീപേട്ടന്റെ 150ാമത്തെ സിനിമയാണ്. അതേപോലെ ധ്യാൻ ചേട്ടന് ദിലീപേട്ടന്റെ ഒരു പാത പിന്തുടരട്ടെ അല്ലേ ദിലീപേട്ട? അതൊന്നും ഞാൻ പറയും. അതെ, ധ്യാന്റേതായ വഴിവട്ട നല്ല മിടുക്കുള്ള ഈ മണ്ഡം കളിക്കുന്നത് ബുദ്ധിമാരെ കൂടുതൽ മണ്ഡം കളിക്കുക. ബുദ്ധി ഉണ്ടെന്നാണോ? നമ്മുടെ നായികമാർ 2 പേര് ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യമേ റാണിയിൽ തന്നെ തുടങ്ങാം. ദിലീപ് ഫസ്റ്റ് പടം, അതും ദിലീപേട്ടന്റെ കൂടെ എങ്ങനെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്? പൊതുവെ ഒരു തൊട്ട് ദിലീപേട്ടന്റെ കൂടെ നായികയാവുമെന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണെന്ന് പൊതുവെ നമ്മളെല്ലാരും പറയാറുണ്ട്. സോ എങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാം ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട്, ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും അത് പറഞ്ഞത് ജെന്യൂനായിട്ട് പറഞ്ഞതാണ്. ഒരു ബിഗിനർ എന്നുള്ള രീതിക്ക് അത് ഇത്രയും പുലിയാൻ കഷ്ടമുള്ള ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ
നമ്മുടെ കൂടെ ഉള്ള ആക്ടർ ഇത്രയും ലെജൻഡ് ആക്ടർ ആകുമ്പോൾ നമ്മൾ ജനറലി നമ്മൾ കുറച്ച് നെർവസ് ആവുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. ഗ്രൂമിങ് സൈഡ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേട്ടൻ ഭയങ്കര കൈൻഡാണ്, സ്പേസ് തരുന്നുണ്ട്. പക്ഷേ ലിറ്ററലി ഇത് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് അറിയണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് 2 ദിവസം കുറച്ച് ടെൻഷനായിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ചേട്ടനാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കി, മനസ്സിലായി ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ പേടിച്ച് നിൽക്കുവാന്ന്. അപ്പോൾ എന്നെ മനസ്സിലാക്കിയിട്ട് എടാ ഇത് നന്നായിട്ടുണ്ടായിരുന്നു, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പം അത് അപ്രിഷ്യേറ്റ് ചെയ്യും. അതേപോലെ എന്തെങ്കിലും ഇനി കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്താൽ രസമായിരിക്കും, നമ്മൾ എന്ത് ചെയ്താൽ അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അറിഞ്ഞാൽ പോലും യു ഹാവ് ടു ഡൂ ദിസ് അങ്ങനെ പറഞ്ഞ് ഫുൾ കൂടെ നിൽക്കലും. ഓൾ എബോ ലൈക്ക് എനിക്ക് തോന്നുന്നു ബിൻഡോ ചേട്ടൻ്റെ അടുത്താണെങ്കിലും ഷാരിസ് ചേട്ടനോടാണെങ്കിലും ഇപ്പം റാണിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ, റാണിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാലെടുത്ത് തലയിൽ വെക്കും, ഇതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കണം, അങ്ങനെ കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു ഇത്രയും വലിയൊരു ലെജൻഡ് ആക്ടറിന് പറഞ്ഞു കൊടുക്കണം എന്നില്ലല്ലോ. സോ എനിക്ക് അത്രയും സ്പേസ് തന്ന് ഒരാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ മീ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വെദർ വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പം എനിക്കിതൊന്നും ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായും ഒരു നായിക മാത്രമല്ല, നമുക്ക് ഇനി ഒരു നായിക ഇനി ഒരു നായിക, ആ നായികയുടെ 2ാമത്തെ സിനിമയാണ്. തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേട്ടനായിട്ടുള്ള ഒരു കോംബോ? പുള്ളി ഇങ്ങനെ സംസാരിച്ച് നമ്മള് ഷോർട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് എന്നെ പറ്റി ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ആയി വന്നപ്പോ ഭയങ്കര മനുഷ്യനാണെന്ന് തോന്നി. അപ്പൊ പിന്നെ അങ്ങനെ കണ്ണടച്ച് ഷോർട്ടൊക്കെ എടുത്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഹാപ്പി ആയിരുന്നു നമുക്ക്. അത് നമുക്ക് നമ്മൾ അതിൽ കാണുന്നുണ്ട് ആ ഒരു കോംബോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, സപ്പോർട്ട് ചെയ്യും നന്നായിട്ട് പുള്ളിക്കാരൻ. നമ്മള് ആദ്യമായിട്ട് വരുന്ന അങ്ങനെ ഒരു എന്താ വേർതിരിവൊന്നും കാണിക്കാതെ ഭയങ്കര ചില്ലായിട്ട് നമ്മൾ മുന്നേ പരിചയമുള്ള പോലെയൊക്കെ തന്നെ ആള് സംസാരിക്കുക, കോമഡി പറയുക, ഇതൊക്കെ തന്നെയായിരുന്നു സെറ്റിലും. ആ ഒരു എനർജി നമുക്ക് സെറ്റിൽ കിട്ടാം. അതെ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ജോണിച്ചാരനായാലും നമ്മള് ഡയറക്ടറായിട്ട് പുള്ളി ഇങ്ങനെ ആളുടെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കണം. അപ്പം കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതും ഭയങ്കര ഒരു ഭാഗ്യം. മഞ്ജു ചേച്ചിയുടെ കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. മഞ്ജു ചേച്ചി എനിക്ക് കുറച്ച് മുന്നേ നേരത്തെ അറിയാം, നമ്മള് പടത്തിന് മുന്നേ തന്നെ. അപ്പം പുള്ളിക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് കാണുന്നത്. യെസ്, ഇനി 2ാമത്തെ അനിയനോട് ഒന്ന് ചോദിക്കാം, നായികനോട് വരാം. അനിയ, എന്താ പറയാനുള്ള പ്രിൻസേട്ടനെ പറ്റി? എനിക്ക് ഇവരെല്ലാം തമാശയുടെ ഇത് പറഞ്ഞു പോകുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പൊ ഞാനും ഇതുപോലെ തിരിച്ച് കണ്ടു വളർന്ന ഒരാളുടെ കൂടെ ഒപ്പം അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ അവര് നമ്മളോട് സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ജോൺ ചേട്ടനോട് ആക്ച്വലി ഞാൻ കോമ്പിനേഷൻ സീൻസ് ഇല്ല, പക്ഷെ എനിക്ക് എപ്പോഴും ജോൺ ചേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചാൽ ഇതിനു മുമ്പ് ഒരു സിനിമ വിവേകാനന്ദൻ വരലാണെന്ന് പറയുന്ന സിനിമയിൽ ജോൺ ചേട്ടൻ മകനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് അല്ല, ആ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. എനിക്ക് 2 മക്കളായിരുന്നു, ഒന്ന് ഷിൻസ്, ഒന്ന് ജിൻസ്. 2 അന്തരങ്ങളായിരുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ ധ്യാൻ ചേട്ടന് ദിലീപേട്ടനെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇവര് ദിലീപേട്ടന്റെ അടുത്ത് നിന്ന് ഏറ്റവും പഠിച്ചൊരു പാഠം എന്താണ്? ഇതുപോലെ ഊട്ടിയിലൊരു ദിവസം പാട്ട് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി നമ്മളിങ്ങനെ ഫുൾ ടൈം നിൽക്കുന്നുണ്ട് ഇവരുടെ കൂടെ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്ന എന്നോട് പുള്ളി പറഞ്ഞു, എന്നാൽ നീ അവരോട് പോയി നിന്നോളാൻ പറഞ്ഞു. ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ. പോയി നിൽക്കുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ദിലീപേട്ടനുണ്ട്, സിദ്ദിഖ, ബിന്ദു ചേച്ചി, ഇവർ ഓൾറെഡി ഒരു കുറേ സെറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ വന്ന് കയറി. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ സ്തബ്ധിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ഷോട്ട് എടുക്കാവുന്ന സമയം കഴിഞ്ഞ് എടുത്തോട്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിൽക്കുന്നതിനോട് ഡയറക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ നീ അങ്ങ് മാറിക്കോളാൻ പറഞ്ഞു. ഇനി നിൽക്കണ്ട, മാറിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറി വന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ അടുത്ത ആ ടേക്ക് തന്നെ എടുത്ത് റിപ്പീറ്റ് പോയപ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു, അവനെന്തേലും ചോദിച്ചു. അപ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു, അവനെന്തേലും ചോദിച്ചു. ദിലീപേട്ടൻ ഓർക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. അവനെന്തേലും ചോദിച്ച് എന്നെ വിളിച്ചു ചേർത്തിട്ട് എന്താ പോയെന്ന്. അപ്പം ദിലീപേട്ടൻ എന്നോട് അവിടെ ഒന്ന് പറഞ്ഞു തന്നു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. ദിലീപേട്ടൻ എന്നിട്ട് അവരെ ഓൾറെഡി സെറ്റ് ചെയ്ത സ്ഥാനത്ത് നിന്ന് മാറി എൻ്റെ കൂടെ വന്ന് ഞാൻ ഇന്ന ഡയലോഗ് കുറേ, അപ്പം നീ അതിന് മറുപടി പറഞ്ഞാൽ പറയും. എന്നെ കൂടെ കൂട്ടി അവിടെ ഇരുത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അത് ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അത് എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് അത് പറയാൻ തന്നു പറഞ്ഞാണ്. അതെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വന്ന ആൾക്കാരാണ്, കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന. അപ്പൊ അങ്ങനെ ഒരാളെ കാണുമ്പോഴും നമ്മളെ കാണും. നമ്മൾ ഇതുപോലെ മാറി നിൽക്കുമ്പോൾ എടാ നീ ഇത് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാധനമുണ്ടല്ലോ, ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ് സിനിമ. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് അറിയണം. എന്താണ്
ഒരു പ്രാവശ്യം മറ്റേ എന്താ സഞ്ജു സാംസണിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് പറയുവാണ് ഈ അവസാനം ഓവറൊക്കെ എറിയുമ്പോൾ ഇവൻ ക്യാപ്റ്റനായിട്ടേ ഞാൻ ബോൾ അങ്ങനെ എറിയണം ഇങ്ങനെ എറിയണം ഇപ്പൊ വീഡിയോ കൂടെ കാട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെന്തോ ബോൾ യോർക്കർ എറിയണം അങ്ങനെയാണ്ടാ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത് നിന്ന് കഴിയുമ്പോൾ എന്റെ പൊന്നിലേ നീ നിന്റെ സൗകര്യമുള്ള പോലെ എറിയും ഒത്തു മറ്റുള്ളവർ നോക്കുമ്പോൾ എന്തോ ദിലീപേട്ടൻ ജൂനിയർ ആയിട്ട് വന്നിട്ടുള്ള ആൾക്ക് എന്തോ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റേ ബോളർ നോക്കി എന്തൊരു ടേക്ക് കെയറിംഗ് ആണ് മറ്റേ എടാ മോനെ വേറെ എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ. ഇനി നമ്മുടെ പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ ഇത്ര ഒരു സക്സസിൽ നിൽക്കുമ്പോൾ? 100%. നമ്മുടെ ഡയറക്ടർ പുതിയ ഒരാളാണ്. അപ്പൊ പുതിയ ഒരാളുടെ അടുത്ത് അതും ദിലീപേട്ടൻ പോലെ ഒരു ആർട്ടിസ്റ്റ് വലിയൊരു ലെജൻഡിനെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല അങ്ങനെയല്ല, നമ്മളൊരു സബ്ജക്റ്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഒരു ആര് കൊണ്ടെത്തുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് ഇപ്പം ഇതേ ഷാരിസിനോട് വേറെ കഥകളും ഇവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യാനായിട്ട് തോന്നുന്നതെന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഷാരിസും ബിൻഡോയും കൂടെ വന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ ഓക്കെ അടിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ വേണം അതിനെ ട്യൂൺ ചെയ്യാനായിട്ട്. അപ്പം ഡയറക്ടർ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലുപരി റാണി അത് മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം ഞങ്ങൾ എൻ്റയർലി ടീം ഫുൾ ഹാപ്പിയാണെന്നുള്ളതാണ്. എല്ലാവരും ഫാൻ ബോയ്സ് ആണെന്ന് തെളിയിച്ചിരിക്കുന്നത് ദിലീപേട്ട ഇതേപോലെ സക്സസ് ആവണ്ടേ. ഇനി ഫൈനലായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് ഇപ്പോഴും ഈ സക്സസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? പഴയ ദിലീപേട്ടനല്ല, പുതിയ ദിലീപേട്ടൻ. വലിയ സന്തോഷം. ഒരുപാട് ആൾക്കാർ സിനിമ കണ്ടു. കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. ഈ സിനിമ വലിയ വിജയമാക്കി തരിക ഞങ്ങൾ അനുഗ്രഹിക്കും.